സുഹൃത്തുക്കളെ, എല്ലാവരും സുഖമാണെന്ന് കരുതട്ടെ. നമ്മുടെ അടുത്ത ദിവസങ്ങളിൽ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രചരിക്കുന്ന ഒരു വലിയ വീഡിയോയാണ്. ഒരു അധ്യാപകൻ്റെ മുന്നിൽ 16 വയസ്സുള്ള ഒരു വിദ്യാർത്ഥി കൈ ചൂണ്ടിക്കൊണ്ട് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഞാൻ തീർത്ത് കളയും എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥിയുടെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിലൂടെ അത് വല്ലാതെ പ്രചരിക്കുമ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ സ്കൂളിൻ്റെ പ്രിൻസിപ്പളായ ആ അധ്യാപകൻ നമ്മുടെ കേരളത്തിലുള്ള എല്ലാ അധ്യാപകർക്കുമുള്ള ഒരു മാതൃക അധ്യാപകനാണ് അദ്ദേഹം. വളരെ സഹനതയോടുകൂടി ആ അധ്യാപകൻ പറയുന്ന വാക്കുകൾ നമ്മൾ വല്ലാതെ മനസ്സിലാക്കേണ്ടതാണ്. പെട്ടെന്ന് വൈകാരികമായി പ്രകോപിതനമാകുന്ന ആ കുട്ടിയെ ക്ലാസ് ടീച്ചറെ ഏൽപ്പിക്കുമ്പോൾ പോലും പ്രത്യേകം ഓർമ്മയോടുകൂടിയാണ്. പലപ്പോഴും ആ കുട്ടി ഒരു പക്ഷേ ലഹരിയുടെ ഒന്നും അടിമയാകണമെന്നില്ല. ജന്മസിദ്ധമായ എന്തെങ്കിലുമുള്ള രോഗങ്ങൾ കാരണമായിട്ടുള്ള ഒരു വൈകാരികമായ ഒരു പ്രകടനമാകാം. പലപ്പോഴും നമ്മളത് തിരിച്ചറിയാറില്ല. എന്നിട്ടും ആ അധ്യാപകൻ സമൂഹ മാധ്യമങ്ങളിലൂടെ ആ വിദ്യാർത്ഥിയെയോ ആ വിദ്യാർത്ഥിയുടെ മാതാപിതാക്കളെയോ അടച്ചാക്ഷേപിക്കാതെ മാതൃകാപരമായി ആ കുട്ടിയെ ചേർത്തു പിടിക്കുന്ന രൂപമാണ് ആ അധ്യാപകൻ നമുക്ക് പകർന്നു തരുന്നത്. ഏതുപോലെ വർഷങ്ങൾക്ക് മുമ്പ് ഒരു വിദ്യാർത്ഥി ഒരു മാർക്കറ്റിലൂടെ എങ്ങനെ യാത്ര ചെയ്യുമ്പോൾ അദ്ദേഹം 40 വയസ്സുള്ളൊരു ചെറുപ്പക്കാരനാണ്. വൃദ്ധനായ ആ അധ്യാപകനെ കാണുമ്പോൾ ആ അധ്യാപകനെ കണ്ട് കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, സാറിൻ്റെ ക്ലാസ്സിലെ വിദ്യാർത്ഥിയാണ് ഞാൻ. വയോവൃദ്ധനായ ആ അധ്യാപകനെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. ഞാൻ പഠിപ്പിച്ച 5ാം ക്ലാസ്സിൽ ഞാൻ പഠിപ്പിച്ചിരുന്ന സ്കൂളിലെ എൻ്റെ ഒരു വിദ്യാർത്ഥിയായിരുന്നു അവനെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. എന്നിട്ട് ആ വിദ്യാർത്ഥി പറഞ്ഞു, സാറിൻ്റെ ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു വലിയ സംഭവമുണ്ടായി. എൻ്റെ മനസ്സിൽ ആഹ്ലാദവും വേദനകളും സമ്മാനിച്ച ഒരു സംഭവമായിരുന്നു. എന്തായിരുന്നു അത്? എൻ്റെ ക്ലാസ്സിൽ ഞാൻ പഠിക്കുന്ന സമയത്ത് ഒരു ഗൾഫുകാരനായ ഒരാളുടെ മകൻ എൻ്റെ അടുത്ത് കൂട്ടുകാരനായിട്ടുണ്ടാകും. അവനൊരു വിലപിടിപ്പുള്ള ഒരു പേന കൊണ്ടുവന്നു. കുട്ടിത്വത്തിൻ്റെ ആ രീതിയിൽ ഞാൻ ആ പേന മോഷണം നടത്തി. എന്നിട്ട് ഞാനത് പ്രത്യേകം സൂക്ഷിച്ചു. ക്ലാസ് ഇൻ്റർവെൽ കഴിഞ്ഞ് വന്നപ്പോൾ ഈ കുട്ടി ആ പേന നഷ്ടപ്പെട്ടതിൻ്റെ പേരിൽ കരയാൻ തുടങ്ങി. ക്ലാസ്സിലേക്ക് കടന്നു വന്ന ക്ലാസ് അധ്യാപകൻ സാറായിരുന്നു. സാറ് പറഞ്ഞു, എല്ലാവരും കണ്ണടയ്ക്കണം, കൈകൾ ഉയർത്തി വെക്കണം, ആരും കണ്ണ് തുറക്കരുത്. ഞാൻ പറയുന്നത് വരെ നിങ്ങളാരും കണ്ണ് തുറക്കരുത്. ആ വിദ്യാർത്ഥി, ഓരോ വിദ്യാർത്ഥിയുടെയും പോക്കറ്റുകളിൽ നിന്ന് സാറ് പരിശോധന നടത്തി. എൻ്റെ പോക്കറ്റിൽ നിന്നും സാറ് പരിശോധന നടത്തിയപ്പോൾ എൻ്റെ പോക്കറ്റിൻ്റെ ഉള്ളിൽ നിന്ന് സാറ് പെന്നെടുത്തു. അവിടെ വെച്ച് ഞാനൊരു കള്ളനാണ് എന്നെന്നെ മുദ്ര കുത്തിയിരുന്നെങ്കിൽ ഇന്ന് സമൂഹത്തിൽ അറിയപ്പെട്ട ഒരു ക്രിമിനൽ ഞാനാകുമായിരുന്നു. വലിയൊരു മോഷ്ടാവ് ഞാനാകുമായിരുന്നു. എൻ്റെ പോക്കറ്റിൽ നിന്നും പേന എടുത്തിട്ടും അധ്യാപകൻ തിരച്ചിൽ നിർത്തിയിട്ടില്ല. അടുത്ത ഒരാളിലേക്ക് കൂടി അത് തിരച്ചിൽ ആരംഭിച്ചു. അവസാനം ആ പേന മേശപ്പുറത്ത് കൊണ്ടുവച്ചിട്ട് എല്ലാവരോടും കണ്ണു തുറക്കാൻ പറഞ്ഞു. എന്നിട്ട് ആ വിദ്യാർത്ഥിയോട് പറഞ്ഞു, മോനെ, ഇതാരും മോഷ്ടിച്ചതല്ല. ഈ ബെഞ്ചുകൾക്കടിയിൽ ഈ പേന ഉരുണ്ട് കിടപ്പുണ്ടായിരുന്നു. അന്ന് എൻ്റെ ആത്മാഭിമാനം സാറ് സംരക്ഷിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ ഞാൻ എൻ്റെ നാട്ടിൽ ഒരു വലിയ കള്ളനായി അറിയപ്പെടുമായിരുന്നു. എന്നെ പോറ്റി വളർത്തിയ എൻ്റെ അച്ഛനും അമ്മയും എൻ്റെ മോശമായ പ്രവർത്തനത്തിൽ സങ്കടപ്പെടുമായിരുന്നു. ഇന്നും ഞാൻ അങ്ങയെ ഓർക്കുന്നു. ഇങ്ങനെയുള്ള അധ്യാപകർ നമ്മുടെ സമൂഹത്തിന് ആവശ്യമാണ്. അതോടൊപ്പം സഹോദരങ്ങളെ, അമ്മയെ കഴുത്തറുത്ത ആ മകനെ ആ രൂപപ്പെടുത്തിയത് ആ കുട്ടി ഹൃദയം കടുത്തുപോയതല്ല. നമ്മുടെ സമൂഹം MDMA-യിലും മദ്യത്തിലും
അതുപോലെ തന്നെ ലഹരിയുടെ ഉപയോഗം വല്ലാതെ സമൂഹത്തെ തിമർത്താടുമ്പോഴും അതിനെ കടിഞ്ഞാണിടാൻ നമ്മുടെ ഭരണകൂടവും നമ്മുടെ സമൂഹവും അതുപോലെ തന്നെ അതിനു വേണ്ടുന്ന മാർഗനിർദ്ദേശങ്ങളും നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഉണർന്നു പ്രവർത്തിച്ചില്ലെങ്കിൽ നമ്മുടെ പൊന്നുമക്കൾ വരുന്ന തലമുറ അപകടങ്ങളിലേക്ക് പോകുമ്പോൾ അവരെ കുറ്റപ്പെടുത്തിക്കൊണ്ട്, അവരെ വീട്ടിൽ നിന്ന് പടിയടിച്ച് പിണ്ടം വെച്ചുകൊണ്ട് അവരെ ചവിട്ടി പുറത്താക്കലല്ല, അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് നല്ല ഉപദേശം നൽകിക്കൊണ്ട് അവരുടെ മനസ്സിൽ മാനസാന്തരമുണ്ടാക്കാൻ കഴിയട്ടെ. നന്ദി, നമസ്കാരം.